മോനെ ഇങ്ങോട്ട് തിരിയടാ. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരം മൃഗശാലയിലേക്കാണ് കേട്ടോ. തിരുവനന്തപുരത്ത് എത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിയും ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ തിരുവനന്തപുരം മൃഗശാല. കാരണം 55 ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വനഭൂമിയിൽ ഈ ലോകമെമ്പാടുമുള്ള 82 സ്പീഷീസോളം ആനിമൽസ് ആൻഡ് ബേർഡ്സ് തിരുവനന്തപുരം മൃഗശാലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയും കാണാത്ത വെറൈറ്റീസ് ഓഫ് സ്പീഷീസ്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ഞാൻ ആദ്യമേ തന്നെ പറയാം, ഇവിടെ ഒരു 2-2.5 മണിക്കൂർ നടന്ന് കാണാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടുത്തെ ഇലക്ട്രിക് കാർ ഫെസിലിറ്റി യൂസ് ചെയ്യാം. സൂവിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വലതുവശത്ത് നമുക്ക് കാട്ടുപോത്തിനെ കാണാം കേട്ടോ. ഏകദേശം 30 വർഷത്തോളം ആയുസ്സുള്ള ഇവന് 600 മുതൽ 1500 കിലോഗ്രാം വരെ ഭാരം ഉണ്ടാവും. ഇവനൊരു സസ്യബുക്കാണ്. നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് സിംഹവാലൻ കുരങ്ങിനെയും കാണാം. അങ്ങനെ കാട്ടുപോത്തിനെയും സിംഹവാലൻ കുരങ്ങിനെയും കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ബേർഡ്സിന്റെ സെക്ഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മൂങ്ങയെയും പലതരം തത്തകളെയും കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മുതലകളെയാണ്. അത് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡഡ് ഐബിസ് ഉൾപ്പെടെയുള്ള വിവിധ ഇനം കൊക്കുകളുടെ ഒരു വലിയ വാസസ്ഥലം കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്ന വിവിധ ഇനം പക്ഷികൾക്കും മൃഗങ്ങൾക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള വാസസ്ഥലം ഒരുക്കി കൊടുത്താണ് തിരുവനന്തപുരം മൃഗശാല വ്യത്യസ്തമാകുന്നത്. ദേ, ഇവരാണ് നീർനായ. കുളത്തിലൊന്ന് മുങ്ങിയ ശേഷം മണ്ണിൽ വന്ന് ഉരുണ്ട് കളിക്കുകയാണ് രണ്ടുപേരും. നീർനായയെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കയറി ചെല്ലുന്നത് കരടിയുടെ ഏരിയയിലേക്കാണ് കേട്ടോ. കരടിയുടെ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കുന്നിൻ ചെരുവ് പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കുന്നിൻ്റെ മുകളിലാണ് കരടിയുടെ ഗുഹ. ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇവനെ ഒന്ന് പുറത്തേക്ക് കാണാൻ പറ്റിയത്. എന്തായാലും കണ്ടപ്പോൾ നല്ല സന്തോഷമായി. കരടിയെ കണ്ട ശേഷം നമ്മൾ അടുത്ത് ചെന്നത് രാജാവിൻ്റെ രാജ്ഞിയുടെ അടുത്തേക്കാണ്. രാജ്ഞി ഫുഡൊക്കെ അടിച്ച് ഉച്ചമയക്കത്തിലാണ്. രാജാവ് അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ സന്ദർശകർ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൃഗങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കാനോ ഒന്നും പാടില്ല. ടിക്കറ്റിൽ തന്നെ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. രാജാവിനെയും രാജ്ഞിയെയും മുഖം കാണിച്ച ശേഷം അടുത്ത് ഞങ്ങൾ ചെന്നത് എമുവിൻ്റെ അടുത്തേക്കാണ്. ഒട്ടകപ്പക്ഷിയോട് രൂപസാദൃശ്യമുള്ള ഈ പക്ഷി ഭൂമിയിലെ ഏറ്റവും വലിയ 2ാമത്തെ പക്ഷിയാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസ് അഥവാ നീർക്കുതിരയാണ്. 40 മുതൽ 61 വർഷം വരെ ജീവിത കാലയളവുള്ള ഈ സസ്യബുക്കിന് 1.5 മുതൽ 5 ടൺ വരെ ഭാരമുണ്ടാകും. ഈ കാലയളവ് അത്രയും ആൺ ഹിപ്പോകൾ വളർന്നുകൊണ്ടിരിക്കും. എന്നാൽ പെൺ ഹിപ്പോകളുടെ വളർച്ച 25 വർഷം പിന്നിടുന്നതോടെ അവസാനിക്കുകയും ചെയ്യും. ജലവാസത്തിന് അനുകൂലമായ ശാരീരിക സവിശേഷതകൾ ഇവയ്ക്കുണ്ട്. റൈനോസറസ് അഥവാ കാണ്ടാമൃഗം. ഹിപ്പോപ്പൊട്ടാമസിനെയും റൈനോസറസിനെയും നല്ല ഓപ്പൺ സ്പേസിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്താലും ഇവരെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. മാനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവരുടെ കൂട്ടിലേക്ക് ഇറങ്ങുന്ന ജീവനക്കാരനെയാണ് ഈ കണ്ടത്. അങ്ങനെ മാനുകൾക്ക് തീറ്റ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്നു വന്നത് ഈ കാട്ടുപോത്തിൻ്റെ ഏരിയയിലേക്കാണ്. ഒരു കാട്ടുപോത്തല്ല, 2 കാട്ടുപോത്തുകളല്ല, ഘടാഘടിയന്മാരായ 7-8 കാട്ടുപോത്തുകൾ. ഇതാണ് കൃഷ്ണമൃഗം. ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തിന് കറുപ്പും കീഴ്ഭാഗത്തിന് വെള്ള നിറവും പിരിഞ്ഞ കൊമ്പുകളുമാണ് ആൺ കൃഷ്ണമൃഗം. പെൺമൃഗങ്ങൾക്ക് മുകൾ ഭാഗത്ത് മഞ്ഞ നിറമാണ് ഉണ്ടാവുക. തുറസായ പുൽമേടുകളിലാണ് ഇവയെ കൂടുതലും കാണപ്പെടുക. പുല്ല് തന്നെയാണ് പ്രധാന ഭക്ഷണം. അടുത്തത് ടൈഗേഴ്സിൻ്റെയും ലെപ്പേർഡ്സിൻ്റെയും സെക്ഷൻ എത്തി.
ഉരകങ്ങളുടെ സെക്ഷനിൽ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അതിനുള്ളിലെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കില്ല. ലാസ്റ്റ് സെക്ഷൻ നമ്മുടെ നാഷണൽ ബേർഡായ പീക്കോക്കിൻ്റെയാണ്. അങ്ങനെ 2 മണിക്കൂർ സൂ ആസ്വദിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലെത്തി.